ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ നിന്നും തഴയുന്ന രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളാണ് ആൻ്റണിയും നെയ്മർ ജൂനിയറും. അതായത് ഫിറ്റ്നസിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഒഴിവാക്കാറുള്ളത്. എന്നാൽ ആൻ്റണിയെ ഇപ്പോൾ അദ്ദേഹം പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തീർത്തും വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം സമീപകാലത്ത് മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് ആൻ്റണി. എന്നാൽ മറ്റു പലർക്കുമാണ് ഈ ഒരു പരിശീലകൻ മുൻഗണന നൽകാറുള്ളത്. ഏതായാലും ആൻ്റണി പുതിയ അഭിമുഖത്തിൽ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ എത്രയും പെട്ടെന്ന് തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരണം, അത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കൂടി ആവശ്യമാണ് എന്നാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടാലൻ്റ് ഉള്ള താരമാണ് നെയ്മർ ജൂനിയർ. ജന്മനാൽ തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു ടാലൻറ്റ് ലഭിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ 100% ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാരണം നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ടീമിൽ നെയ്മർ വേണം എന്നാണ് ആൻ്റണിയുടെ ഒരു ആവശ്യം. പക്ഷേ കാർലോ ആഞ്ചലോട്ടി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വ്യക്തമല്ല. ഈ മാസം 18-ാം തീയതിയാണ് വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുന്നേ സാന്റോസിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ കൂടി നെയ്മർക്ക് ബാക്കിയുണ്ട്. അടുത്ത പാൽമറാസിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കില്ല എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.